ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. വളരെ ട്രെൻഡി ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മളിന്ന് മേക്ക് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മളുടെ ഫ്രണ്ട് പോർഷനിൽ സാരി ബ്ലൗസിൻ്റെ ആയിക്കോട്ടെ, നമ്മളുടെ ടോപ്പിൻ്റെ ആവട്ടെ, കുഞ്ഞുടുപ്പുകളുടെ ആകട്ടെ, എന്തിൻ്റെ ആണെങ്കിലും നമ്മളുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഒരു ഡിസൈനാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യമേ ഒരു പ്രിൻസസ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് മേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ നോർമൽ സാരി ബ്ലൗസാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നോർമൽ സാരി ബ്ലൗസ് നമ്മളുടെ അളവിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ട്രെൻഡി ആയിട്ടുള്ള മോഡൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രിൻസസ് കട്ടാണ് നമ്മളുടെ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുക്കണേ. നമുക്കിപ്പോൾ 14 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തു നമ്മൾ 15 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് 1.5 ഇഞ്ച് ഇങ്ങനെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് അളവുകാരും പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മളുടെ എത്രയാണോ ഷോൾഡർ വേണ്ടത്, നമ്മളിപ്പോൾ ഒരു 5.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് നമ്മൾ ആം ഹോളും കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുക. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ടോട്ടൽ വേസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ നിന്ന് നമ്മൾ ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്ക് ആം ഹോളാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ നമ്മളിങ്ങനെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നമ്മളിപ്പോൾ ഫ്രണ്ട് ആം ഹോള് ഇങ്ങനെ കുഴിച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മളൊരു 1/4 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ ഇനി നമുക്ക് നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. നമ്മളിപ്പോൾ 6 ഇഞ്ച് നെക്കാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. 2.5 ഇഞ്ച് വിഡ്ത്തും കൊടുത്തു. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്ത് ഷോൾഡറിലേക്ക് ഇങ്ങനെ ഒന്ന് നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡാർട്ടിങ് പോയിൻ്റായിട്ടും ഒരു 9.5യും 10.5യുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ 9.5യും പിന്നെ 10.5യും, ഇവിടെ നിന്ന് ഒരു 4.25 ഇഞ്ചുമാണ് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രിൻസസ് കട്ട് ചെയ്യാനായിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ 2.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ അവിടെ നിന്ന് ഈ 2.25 ഇഞ്ചും പിന്നെ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. ഈ പോയിൻറ്റുകളെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഡാർട്ടിങ് പോയിൻറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഒരു ഇഞ്ചും കൊടുക്കുന്നത്. നമ്മൾ പ്രിൻസസ് കട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പം നമ്മളൊരു 34 ഇഞ്ച് 34 തൊട്ട് 36 ഇഞ്ച് വരെയുള്ള ചെസ്റ്റ് അളവുകാർക്ക് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ്, സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന അളവുകൾ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കട്ടിങ് കാണിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ആം ഹോളൊന്ന് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പ്രിൻസസ് കട്ടിനായിട്ടുള്ള ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ പ്രിൻസസ് കട്ട് വേണമെന്നൊന്നുമില്ല. നമ്മൾ എന്ത് സാരി ബ്ലൗസ് നോർമലാകാം, നമ്മളുടെ കുട്ടികളുടെ ഉടുപ്പുകളാവാം, ചുരിദാറിൻ്റെ ടോപ്പാകാം, അങ്ങനെയുള്ള ഏത് ഭാഗമാണെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെയുള്ള നമുക്ക് ഇനി ചെയ്തെടുക്കാനുള്ള ഡിസൈൻ അത് ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഈ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ചെരിച്ചുകൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞു പോകുന്നതിന് കാര്യം നമ്മൾ ഓരോ പോയിൻറ്റുകളും പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിൻസസ് കട്ട് ചെയ്യാനായിട്ട് അറിയാൻ വയ്യാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഡിസൈൻ ആദ്യം ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിനി ചെയ്യാൻ പോകുന്ന ഡിസൈൻ ചെയ്യാനായിട്ട് പ്രിൻസസ് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ നോർമൽ സാരി ബ്ലൗസ് ആകാം, നമ്മൾ പ്രിൻസസ് കട്ട് മോഡലിലുള്ള നമ്മളുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ആവാം, അങ്ങനെ എന്ത് വേണം, കുഞ്ഞുടുപ്പുകൾക്കാകാം, നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു ഡിസൈൻ മേക്ക് ചെയ്തെടുക്കാം. ഗൗണിലൊക്കെ വെച്ചാൽ നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറച്ച് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. കുറച്ച് തെന്നിപ്പോകുന്ന ടൈപ്പ് ക്ലോത്തുകളൊക്കെ ആണ്, അല്ലെങ്കിൽ നമുക്ക് സാറ്റിൻ ക്ലോത്തൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത്. നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ.
പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നീട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്താൽ കിട്ടത്തുള്ളൂ. നമ്മളിപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ കപ്പുകളൊക്കെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ തന്നെ ഒരുപാട് പ്രിൻസസ് കട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നിന്നാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്തിലേക്ക്, നമ്മുടെ സെയിം ക്ലോത്ത് ആകാം, ഇപ്പം നമ്മൾ ചെയ്തെടുത്തത് ലൈനിങ് ക്ലോത്ത് ആയിട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും, ഈ 2 സൈഡിലും നമുക്കൊരു 7 ഇഞ്ച് കൂടുതൽ കിടക്കണം. നമ്മൾ ഈ താഴെ ഇരിക്കുന്ന ക്ലോത്ത് കൂടുതൽ കൊടുക്കണം. താഴേക്ക് 6 ഇഞ്ചും കൂടുതൽ വേണേ. ആ രീതിയിലായിരിക്കണം നമ്മൾ ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. കറക്റ്റ് സെൻറ്റർ ഇതാണ്. ഇനി നമ്മൾ അങ്ങനെയുള്ള ആ ക്ലോത്തിലേക്ക് നമ്മളിപ്പം വെച്ച് കൊടുത്ത രീതിയിൽ എല്ലാ സൈഡിലും കൂടുതൽ കിടക്കുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വളരെ ട്രെൻഡി ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾക്ക് സാധാരണ നമ്മൾ 1 മീറ്റർ ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഡിസൈനൂടെ ചെയ്ത് കൊടുക്കണേ 1.5 മീറ്ററോളം എടുത്തോണേ. നമ്മൾക്ക് വേണ്ട ക്ലോത്തിനെക്കാട്ടിലും ഒരു 1/2 മീറ്ററോ 3/4 മീറ്ററോ നമ്മൾ കൂടുതലൂടെ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആദ്യമേ നമ്മളിങ്ങനെ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല വശത്തിലേക്ക് വെച്ചായിരിക്കണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ വളരെ ഓർഗൻസ ഫാബ്രിക്കോ അല്ലെങ്കിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ലൈനിങ് പുറത്ത് വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ഈ സ്റ്റിച്ച് ഇപ്പം നമ്മളുടെ സ്റ്റിച്ച് ഉള്ളിൽ പോകുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം തിരിച്ച് മടക്കുമ്പോൾ ഈ ഒരു വശം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളിപ്പം തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ അതിൻ്റെ അപ്പുറേ കാണുമല്ലേ, അതുകൊണ്ടാണ് ഈ തയ്യൽ തുമ്പ് പുറത്ത് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി നമ്മളിങ്ങനെ നെക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അകത്ത് നമ്മളുടെ കറക്റ്റ് അളവും കിടപ്പുണ്ട്. ഈ രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അതിപ്പോൾ നമ്മൾ ഏത് സാരി ബ്ലൗസിലേക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. നെക്കാണ് ആദ്യമേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സെൻറ്റർ ഇതാണ്. നമ്മളിങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് എവിടെയാണോ 3 ഇഞ്ച് വരുന്നത് അത് 2 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എവിടെയാണോ 3 ഇഞ്ച് വരുന്നത് അത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പിടിച്ച് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മടക്കി കൊടുക്കുമ്പോൾ 1 ഇഞ്ച് ആയിരിക്കണം നമുക്ക് അകത്തെ വിടുത്തെ 1-1.5 അത് നമ്മുടെ ക്ലോത്തിൻ്റെ ഈ ഒരുപാട് ക്ലോത്ത് ഉണ്ടെങ്കിൽ 1.5 വരെ നമുക്ക് മടക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പം നമ്മൾ അടുത്ത ഇങ്ങനെ 3 ലെയറായിട്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ സൈഡിലും നമ്മളിങ്ങനെ പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടി. ഈ സൈഡിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും ഇതുപോലെ കൊടുക്കാൻ. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 സൈഡിലും മടക്കി കൊടുക്കുന്ന വിഡ്ത്ത് ഒരുപോലെ ആയിരിക്കണേ. വിഡ്ത്തിനകത്ത് മാറ്റമൊന്നും വരാൻ പാടില്ല. വിഡ്ത്ത് ഒരുപോലെ ആയിരിക്കണം നമ്മളിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ വരേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ. ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് മടക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യമേ വെച്ച് കൊടുക്കുമ്പോൾ അത് പ്രിൻസസ് കട്ട് വേണമെന്നൊന്നുമില്ല. നമ്മൾ ഏത് രീതിയിലുള്ള ബ്ലൗസ് വേണമെങ്കിലും നമ്മളുടെ കറക്റ്റ് അളവിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൂടുതലുള്ള ക്ലോത്തിലേക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചേറെ ശ്രദ്ധിച്ച് വേണം, കാരണം ഇങ്ങനെ ചുരുക്കിടുന്നതാകുമ്പോൾ ചുരുക്ക് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മളുടെ ആദ്യമേ നമ്മൾ ലൈനിങ്ങിനായിട്ട് കൊടുത്തിട്ടില്ലേ അതുവഴി ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ സാരി ബ്ലൗസോ അല്ലെങ്കിൽ നമ്മളുടെ ഉടുപ്പുകളുടെയോ ഗൗണിൻ്റെയോ ഒക്കെ ആണെങ്കിലും ലൈനിങ്ങിൽ കറക്റ്റ് അളവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മെയിൻ ഫാബ്രിക് ആയിരിക്കണം നമ്മളിതുപോലെ മടക്കി കൊടുക്കേണ്ടത്. നമുക്ക് എത്രയാണോ കറക്റ്റ് നമുക്ക് വേണ്ട അളവ് ആ അളവിനെക്കാട്ടിലും ഒരു 1/2 മീറ്ററോ 3/4 മീറ്ററോ നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതൽ വാങ്ങിച്ചോണേ, ഓരോരുത്തരും അവനവൻ്റെ അളവിന്. പിന്നെ ഇതുപോലെ നമ്മൾ ഇപ്പം ഓരോ നേരവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ മടക്കി കൊടുത്തിരിക്കുന്നത് കറക്റ്റാണോ എന്ന് ശ്രദ്ധിച്ച് വേണം
ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മളതൊന്നും മാറിപ്പോകാതെ തെന്നിപ്പോകാതെ കറക്റ്റായിട്ട് വെച്ചു. പിൻ കുത്തിയൊക്കെ ആദ്യമേ വെച്ച് കൊടുത്ത് വേണം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ബെൽറ്റൊക്കെ വെച്ച് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഇതിൻ്റെ ബാക്ക് പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി മോഡലാണ് ഇതുപോലെ 3 ലെയർ വരുന്ന രീതിയിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. കുറച്ച് തെന്നുന്ന ടൈപ്പ് ക്ലോത്ത് ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.